നമസ്കാരം. കാനാട് വാർത്തകളിലേക്ക് സ്വാഗതം. ഇലക്ഷൻ എക്സ്ക്ലൂസീവ്. കാനാട് LP സ്കൂൾ ഇലക്ഷൻ പോരും മുറുകുന്നു. ഏവരും ഉറ്റുനോക്കുന്ന ഇലക്ഷൻ ദിനം ഇതാ വന്നെത്തിയിരിക്കുകയാണ്. കലാശക്കൊട്ടിനും നിശബ്ദ പ്രചരണത്തിനും ശേഷം കാനാട് LP ഇനി പോളിംഗ് ബൂത്തിലേക്ക്. ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 5 സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസത്തിലാണ്. വോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പോളിംഗ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. തത്സമയ ദൃശ്യങ്ങളുമായി കാനാട് വാർത്ത. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ലീഡർ ഇലക്ഷൻ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മുൻ സ്കൂൾ ലീഡർ ധ്രുപദ് S നമ്മോടൊപ്പം ചേരുന്നു. പറയൂ ധ്രുപദ്, എന്തൊക്കെയാണ് താങ്കളുടെ ഇലക്ഷൻ ഓർമ്മകൾ? നമസ്കാരം, ഞാൻ ധ്രുപദ് S. 2024-25 കാലയളവിൽ കാനാട് LP സ്കൂളിലെ സ്കൂൾ ലീഡറായിരുന്നു ഞാൻ. ആവേശകരമായ ഓർമ്മകളും അനുഭവങ്ങളുമാണ് എനിക്കുള്ളത്. 6 പേർ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ സിംഹം ചിഹ്നത്തിൽ മത്സരിച്ചാണ് ഞാൻ വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് ദിനങ്ങൾ ശരിക്കും ഒരു ഉത്സവമായിരുന്നു. ഇലക്ഷൻ പ്രചരണത്തിന് എൻ്റെ കൂട്ടുകാരും എന്നെ ഏറെ സഹായിച്ചു. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത്തരത്തിലൊരു സംവിധാനം ഒരുക്കി തന്നത് പ്രിയപ്പെട്ട അധ്യാപകരാണ്. അവരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത്തവണയും വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മുൻ ഡെപ്യൂട്ടി ലീഡറായ ഗോപികയും നമ്മോടൊപ്പം ചേരുന്നു. ഗോപിക, എന്തൊക്കെയാണ് താങ്കളുടെ ഇലക്ഷൻ ഓർമ്മകൾ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഗോപിക. 2024-25 കാലഘട്ടത്തിൽ കാനാട് LP സ്കൂളിന്റെ ഡെപ്യൂട്ടി ലീഡറായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അന്ന് ഞങ്ങൾ 6 മത്സരാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാശിയേറെ മത്സരത്തിൽ ഞാൻ ഡെപ്യൂട്ടി ലീഡറായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ വർഷത്തെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കാനാട് LP സ്കൂളിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നു. 1 മുതൽ 5 വരെ ക്ലാസുകളിലെ പകുതിയോളം വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തിയതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇലക്ഷന്റെ സമാധാനപൂർണമായ നടത്തിപ്പിനായി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ബൂത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പ്രീ പ്രൈമറി ക്ലാസുകളിലെ 100ഓളം വിദ്യാർത്ഥികൾക്ക് വോട്ടിംഗ് പ്രക്രിയ നേരിൽ കാണുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയതായാണ് കാണാൻ സാധിക്കുന്നത്. ചൂടേറിയ ഇലക്ഷൻ വാർത്തകളുമായി കാനാട് വാർത്ത. ഇപ്പോൾ കിട്ടിയ വിവരം, വോട്ടിംഗ് പൂർത്തിയായിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ച സ്കൂൾ ലീഡർ ഇലക്ഷൻ പരിസമാപ്തിയിലേക്ക്. വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ ഫലസൂചനകൾ ലഭിക്കുമ്പോൾ 5 മത്സരാർത്ഥികളും ഒപ്പത്തിനൊപ്പം. ജയം ആർക്കൊപ്പം? കാണാൻ തത്സമയ ദൃശ്യങ്ങൾ. ഇപ്പോൾ കിട്ടിയ വിവരം, വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ സാരഥികൾ ആരൊക്കെയാണെന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. തിരഞ്ഞെടുപ്പ് ഫലം ഇതാ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. 2025-26 വർഷത്തിൽ സ്കൂൾ ലീഡറായി ദേവാഞ്ജന ശ്രീസ്ത വിജയിച്ചിരിക്കുന്നു. നിയുക്ത സ്കൂൾ ലീഡർ ദേവാഞ്ജന ശ്രീസ്തക്ക് അഭിനന്ദനങ്ങൾ. ഡെപ്യൂട്ടി ലീഡറായി ശിവനന്ദ് സന്തോഷ് വിജയിച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി ലീഡർ ശിവനന്ദ് സന്തോഷിന് അഭിനന്ദനങ്ങൾ. ആവേശ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കാനാട് വാർത്തകൾ. കാനാട് വാർത്തകൾ ഇലക്ഷൻ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.